പ്രിയപ്പെട്ടവരെ, 9-ാം തീയതി നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും BLOമാർ, അതായത് നമ്മുടെ BLOമാർ നമുക്ക് ഇതുപോലുള്ളൊരു സ്ലിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഈ കൊണ്ടുവന്ന സ്ലിപ്പ് കിട്ടാത്തവരും ഈ വീഡിയോ കാണാം, കിട്ടിയവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ സ്ലിപ്പിൽ ഈ വലത് ഭാഗത്ത് നമ്മുടെ ബൂത്ത് നമ്പറും നമ്മുടെ വോട്ടിൻ്റെ സീരിയൽ നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കൂടാതെ അതിൽ തന്നെ നമ്മുടെ പേര്, നമ്മുടെ ഫാദറിൻ്റെ പേര്, പിന്നെ നമ്മുടെ അഡ്രസ്സ്, പിന്നെ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ പോളിംഗ് കേന്ദ്രത്തിൻ്റെ പേര്, അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള പോളിംഗ് കേന്ദ്രം ഏതാണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന പോളിംഗ് കേന്ദ്രം ഏതാണ് എന്നുള്ളത് എന്തുണ്ടാവും ഈ സ്ലിപ്പിൽ രേഖപ്പെടുത്തിയിട്ടാണ്. കൂടാതെ തന്നെ അതിൻ്റെ ഭാഗവും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു സ്കൂൾ തന്നെയാണെന്നുണ്ടെങ്കിൽ 2 ബൂത്ത് ഉണ്ടാവും. അപ്പോൾ അതിന് വടക്ക് ഭാഗമാണ് തെക്ക് ഭാഗമാണ് എന്നൊക്കെ ഉള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പോകുന്നതിന് മുമ്പ് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു തിരിച്ചറിയൽ രേഖയല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഈ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് കയ്യിൽ കരുതേണ്ടതുണ്ട്. അപ്പോൾ സ്ലിപ്പ് കിട്ടിയവർ ഇതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് BLOമാർ ഈ സ്ലിപ്പ് കിട്ടാത്തവർ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ അവർക്ക് ഒറ്റപ്പെട്ട വോട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തെരഞ്ഞു പിടിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കുമെങ്കിൽ തരാതിരിക്കാം. അപ്പോൾ നിലവിൽ SIRന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പട്ടിക ഇറങ്ങിയതിൽ നിങ്ങളുടെ പേരുണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ID കാർഡ് നമ്പർ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് സെർച്ച് ചെയ്യേണ്ട രൂപവും, അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് നമ്പറും നമ്മുടെ സീരിയൽ നമ്പറും നമുക്ക് ലഭിക്കും. ആ സീരിയൽ നമ്പറും പാർട്ട് നമ്പറും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലാം. പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന്, ഐഡന്റിറ്റി രേഖയായിട്ട് പറഞ്ഞ 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ കരുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. അത് എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്, സ്ലിപ്പ് കിട്ടാത്തവർ എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, BLOമാർ നമുക്ക് സ്ലിപ്പ് തരാൻ വിട്ടുപോവുകയോ മിസ്സാവുകയോ ചെയ്തതാണ് എങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബൂത്ത് ഏതാണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ബൂത്തിലുള്ള സീരിയൽ നമ്പർ, വോട്ടർ ലിസ്റ്റിലെ സീരിയൽ നമ്പർ അടക്കം നമുക്കിതിലേക്ക് കാണിച്ചു തരും. അതിന് ചെയ്യേണ്ടത് ഈ മുകളിൽ കാണുന്ന ആപ്പ്, അതായത് ECI NET എന്ന് പറയുന്ന ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് വരിക. അപ്പോൾ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ 6ാമത്തെ ഓപ്ഷൻ, സെർച്ച് യുവർ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ കാണിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട് സെർച്ച് ബൈ വോട്ടർ ID, അല്ലെങ്കിൽ എപ്പിക് നമ്പർ എന്ന് വെച്ചിട്ടുള്ളൊരു നമ്പർ വെച്ചിട്ട്, അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിലുള്ള നമ്പർ, അതായത് ഞാൻ കാണിച്ചു തരാം. ഈ നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് നമ്മളെ ID കാർഡ് നമ്പർ, താഴെ നമ്മളുടെ പേര്, അതിൻ്റെ താഴത്തെ വയസ്സ്, രക്ഷിതാവിൻ്റെ പേര്, നമ്മളെ അസംബ്ലി മണ്ഡലം, നമ്മളെ പാർലമെൻ്ററി മണ്ഡലം, പിന്നെ ഡിസ്ട്രിക്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴത്ത് കാണാം നമ്മുടെ പാർട്ടി നമ്പർ, അതായത് നമ്മൾ വോട്ട് ചെയ്യാൻ പോകേണ്ട ബൂത്തിൻ്റെ പാർട്ടി നമ്പറാണ് ഇത്. ഈ 55 എന്നത് എൻ്റെ വോട്ടർ ലിസ്റ്റ് ഉള്ള പാർട്ടി നമ്പറാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിൽ തന്നെ എത്ര നമ്പർ വോട്ടായിട്ടാണ് എൻ്റെ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് സീരിയൽ നമ്പറായിട്ട് താഴത്ത് കാണിക്കുന്നുണ്ട്, 957. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഇതിൽ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ പാർട്ടി നമ്പർ ഏതാണെന്ന് നോക്കുക. പിന്നെ നമ്മുടെ വോട്ടിംഗ് സെൻറ്റർ ഏതാണെന്നുള്ളത് താഴത്ത് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ സീരിയൽ നമ്പറും കാണിക്കുന്നുണ്ട്. ഇത്രയും തന്നെ കാണിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ 12 ഐഡൻറ്റിറ്റി കാർഡ് കയ്യിൽ ഏതെങ്കിലും ഒന്ന് കരുതണം. അപ്പോൾ അതുണ്ടെങ്കിൽ ഈ പാർട്ടി നമ്പറും സീരിയൽ നമ്പറും കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക.